ഗൈസ്, എൻ്റെ പേര് ആരോൺ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോറേജൊക്കെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. സ്റ്റോറേജിലേന്ന് നമ്മൾ ഇപ്പോൾ മെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഈ ഇവിടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്ന ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ മൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഒരു ഡ്രൗണിൻ്റെ ശല്യം ഇവിടെ കുറച്ചധികം ഗൈസ്. കാരണം ഇവിടെ ഈ മരങ്ങൾ കാരണം തണലാണ്. അപ്പോൾ അവർ മേലേക്ക് കയറി വരും, കാണണ്ടല്ലോ. എന്താ അവർ കയറി വരണുണ്ട്. അപ്പോൾ അതൊന്ന് കുറക്കണം. എന്താ കണ്ട അവർ സൈഡിൽ കൂടെ പോകാൻ പോലും സമയമില്ല. എന്തായാലും ഒന്ന് കുറക്കണം, മരമൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ എന്നപ്പോൾ നമുക്ക് മൈനിങ് ഏരിയ ഒന്ന് കാണിച്ചു തരാം. യെസ്, മൈനിങ് ഏരിയയിലോട്ട് കയറാം. നമ്മൾ സ്വിച്ച് വെച്ചിട്ടോ വാട്ടർ അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പോണത്. സ്വിച്ച് ഞാൻ മേഡ് ചെയ്തിട്ടില്ല, അപ്പം മേഡ് ചെയ്യാം. അതായത് ഒരു ഡീപ് സ്ലേറ്റിട്ട കേവ് വരെ പോകുന്നുണ്ട് കേട്ടോ ഇത് മൈനിങ് ഏരിയ. എന്തായാലും നമുക്ക് സ്വിച്ചൊക്കെ വെച്ചിട്ട് പിന്നെ വരാം. സ്വിച്ച് വയ്ക്കാം. അപ്പോൾ സ്വിച്ച് മേഡ് ചെയ്യണം, അതൊക്കെ ചെയ്യാം. ഇവിടെ നിന്ന് നമ്മുടെ മൈനിങ് ഏരിയ എത്തുട്ടോ ഗൈസ്. കണ്ടോ, നമ്മൾക്ക് എന്തെങ്കിലും മൈൻ ചെയ്ത സാധനങ്ങൾ പെട്ടെന്ന് എടുത്തേക്കണമെങ്കിൽ ഇവിടെ നിന്ന് എത്തും. നമുക്ക് എന്തായാലും സ്വിച്ച് മേഡ് ചെയ്യാം. സ്വിച്ച് മേഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇന്നൊരു വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. ഫുൾ സെറ്റ് അയൺ ആർമർ ആവണം. ഇന്നലെ ഞാൻ ചെസ്റ്റ് പ്ലേറ്റ്, ഇന്നലെ ഓഫ് ക്യാമറയിൽ ഞാൻ ചെസ്റ്റ് പ്ലേറ്റ്, ബൂട്ട്, ലെഗിൻസ് അതൊക്കെ റെഡിയാക്കിയായിരുന്നു. നമ്മൾ ബാക്കി ലെഗിൻസാണ് ഇനി ഗൈസ്. ബാക്കി ഹെൽമെറ്റ്, ബൂട്ട്, ചെസ്റ്റ് പ്ലേറ്റ്, ഈ മൂന്നാണ് ഞാൻ റെഡിയാക്കി. ഷീൽഡും ഉണ്ട്. ബാക്കിയെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ മൈനിങ്ങിന് ഇന്ന് പോയപ്പോൾ ആ ഡീപ് സ്റ്റേറ്റിൻ്റെ ലെവലിൽ നിന്നൊക്കെ കുറച്ച് ഡയമണ്ട് കിട്ടിയിരുന്നു. ആ കേവിൽ കുറച്ച് ഡയമണ്ട് ഉണ്ടായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഓണാക്കി വെച്ചായിരുന്നു. പക്ഷേ എൻ്റെ റെക്കോർഡ് ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്, ഡിലീറ്റ് ആയിപ്പോയി. ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതാണ് കാര്യം. അതുപോലെ ഈ ഫോക്സിന് ഞാൻ ഈ വൂൾഫിനെ ഞാൻ ടൈം ചെയ്യണ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആ ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്യണ എൻ്റെ ഇടയിൽ അറിയാതെ ഡിലീറ്റാക്കി. ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 7 ഡയമണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ചെസ്റ്റ് പ്ലേറ്റിനുള്ള അയണം ഒന്ന് കിട്ടുമോ നോക്കട്ടെ. നമ്മുടെ ഈ വാട്ടറിൻ്റെ അടിയിൽ കുറച്ച് അയൺ ഉണ്ടായിരുന്നു. അത് നമുക്ക് എടുക്കാൻ നോക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ക്ഷാമം കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹങ്കർ പെട്ടെന്ന് കുറയും. ഓക്കെ, ഈ പോർക്ക് വെച്ചൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വില്ലേജ് കണ്ടുപിടിച്ചിട്ട് വേണം ഇന്ന് ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെ എടുക്കാൻ. ഞാൻ ഫസ്റ്റ് ആ സൈഡ് തമ്മാലെ പോകാൻ ഇങ്ങോട്ട് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഫുഡൊക്കെ ഒന്ന് സ്മെൽറ്റ് ആവട്ടെ കേട്ടോ. ഇപ്പോൾ ഫുഡൊക്കെ സ്മെൽറ്റ് ആവുന്നുണ്ട്. എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അയണൊന്ന് കിട്ടുമോ നോക്കാം. എന്തായാലും ഫുൾ അയൺ ആർമർ ആയിട്ടോ നമ്മൾ പുറത്തേക്ക് പോകുന്നുള്ളൂ. വില്ലേജ് കണ്ടുപിടിക്കാൻ ഇന്ന് തന്നെ അയൺ ആർമർ സെറ്റ് ആവുന്നതൊക്കെ ഓർമ്മയുണ്ട്. എന്തായാലും അയൺ ആർമർ ആയിട്ട് ഇതാ കേട്ടോ നമ്മുടെ ബെഡൊക്കെ ഇട്ടേക്ക്. ഇവിടെ കുറച്ച് ഷീപ്പ് സ്പോണായപ്പോൾ ആ ഷീപ്പിനെ ഷെയർ ചെയ്തെടുത്താണ് കേട്ടോ. ഞാനൊന്ന് അടിയിലേക്ക് പോയി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കേവ്. ഇത് ഞാനിപ്പോൾ അടച്ചാണ്. അത് നമ്മൾ വരുമ്പോൾ അറിയാതെ വീണ് കഴിഞ്ഞാൽ പണിയാവും. എന്തായാലും നമുക്കൊന്ന് അടിയിലേക്ക് പോവാം. അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടോ ഡയമണ്ട് കിട്ടിയത്. ഇവിടെ കുറച്ച് അയണൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒന്ന് ഫുൾ സെറ്റാക്കിയത്. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ട്രിപ്പ് സ്റ്റോണൊക്കെ ഉണ്ട്. ആ സൈഡിലാണ്. പിന്നെ ഞാൻ വലിയൊരു ലാവ പൂള് കാണിച്ചു തന്നു. ഇത് ചെറിയൊരു ലാവ കേട്ടത്. ഇത് അത്രയ്ക്ക് കൂടുതലൊന്നുമില്ല ഇവിടെ.
അപ്പുറത്തെ സൈഡിൽ കുറച്ച് കൂടുതൽ ലാവ ഉണ്ട്. എൻ്റെ ഹെൽത്ത് വളരെ കുറവാണ്. ഡെഡാവല്ലേ പ്ലീസ് പ്ലീസ്. ഒരു ഹാർട്ട് പ്ലീസ്. നമ്മൾ ആ ലാവയിൽ വീഴുന്നിട്ട് ഗൈസ്. ലാവയിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് അടച്ചേക്കാം, എന്നിട്ട് ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് മിസ് ഗൈസ്. ഞാൻ ഇപ്പം അതിൽ പോയി പെട്ടായിരുന്നു. നമുക്ക് ആൻറ്റസൈറ്റ് വയ്ക്കട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഗോൾഡ് ഉണ്ട്. അപ്പോൾ ആ ഗോൾഡ് നമുക്ക് എടുത്തിട്ട് നമുക്ക് വില്ലേജ് കിട്ടുമ്പോൾ അതിലത്തെ ഇതൊക്കെ വെച്ചിട്ട് ഗോൾഡൻ ക്യാരറ്റൊക്കെ മേടിക്കാം. അപ്പോൾ അതിനൊക്കെ ഗോൾഡ് വയ്ക്കുക. അല്ലെങ്കിൽ നെതർ പോകുമ്പോൾ പിക്ലി ഫൈറ്റ് ഉണ്ടാവാതിരിക്കുക എടുക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ട്രിപ്പ് സ്റ്റോൺ ഏരിയ. നമ്മൾ ഇത് കൂടെ പോയിട്ടാണെന്നല്ലോ നമ്മുടെ ലാവ പൂൾ ഇവിടെയാണ്. ഓക്കെ, ഞാൻ ഇന്നലെ ഓഫ് ക്യാമറയിൽ ഇവിടെ ഫുള്ളി ഇരുന്ന് ലൈറ്റ് ചെയ്യലായിരുന്നു. ഒരുപാട് കോളിൻ്റെയും ചാർക്കോളിൻ്റെയും ആവശ്യം വന്നു കേട്ടോ. ഒരുപാട് ചാർക്കോൾ ഞാൻ ഉണ്ടാക്കേണ്ടി വന്നു. ഈ ഭാഗത്തേക്കൊന്നുമില്ല. ഇനി നമുക്ക് എവിടെന്നെങ്കിലും അയം കിട്ടിയാൽ അത് നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ അയഞ്ഞാണ് തപ്പണത്. നമ്മൾ നേരത്തെ കണ്ട ലാവ തന്നെയാണ്. ഞങ്ങൾ ചുറ്റിക്കറങ്ങി അവിടെ തന്നെ എത്തി കേസ്. ഓക്കെ, ഇതാണ് കേസ് ഞാൻ പറഞ്ഞ ലാവാപ്പൂള്. അത്യാവശ്യം നല്ലൊരു ലാവാപ്പൂൾ തന്നെയാണ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അപ്പുറത്തൊരു കേവ് ഉണ്ട്. നമുക്ക് അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കണം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ എന്ത് പറ്റില്ല. ഇതങ്ങോട്ട് ഒരു കേവ് ഉണ്ട് കേട്ടോ. ഈ റെസ്റ്റോൺ വെച്ചാൽ ലൈറ്റ് ഒന്നും വരില്ല അല്ലേ? റെസ്റ്റോൺ ഇതാവേണ്ടി വരും. അപ്പം എന്തായാലും നമുക്ക് തിരിച്ചു പോട്ടോ. വഴി കാണാനില്ല. ഇവിടെ ഒരു ക്രീപ്പർ നിൽക്കുന്നത് കേട്ടാണ് നേരത്തെ. എന്തായാലും ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട. കുറച്ചുകൂടി സെറ്റായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം അങ്ങോട്ട് പോകുന്നത് അത്രയ്ക്ക് നല്ലതല്ല. അപ്പം എന്തായാലും ആ കേവിലോട്ട് പോകുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അവിടെ കുറച്ച് നിഗൂഢതയുള്ള പോലെ എനിക്ക് തോന്നി ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ആ കേവ് ഒന്ന് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. അതാണ് നമ്മുടെ വീറ്റ് ഫാം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ഫാമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് ഫാം ഇനിയും തുടങ്ങാണ്ട് കേട്ടോ. ചെറിയ ഫാമുകളാണ്. അല്ലാതെ ഞാൻ ചെറിയ ഫാമുകളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മുടെ മൈനിങ് ഏരിയേൻ്റെ അടിയിലുണ്ടായിരുന്ന അയൺ നമ്മൾ പൊട്ടിച്ചിട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മുതൽ ഇത് സ്മെൽറ്റ് ആവട്ടെ. നമുക്ക് പെട്ടെന്ന് ഒരു ലെഗിൻസ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് പോവാം. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം. എന്നിട്ട് ഇന്ന് ഞാൻ റിയൽ ലൈഫിൽ ഒരുപാട് നേരം എടുത്തു കേട്ടോ ഈ വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. ഒരുപാട് നേരം എടുത്തു. കാരണം ഇത് കുറച്ച് നീണ്ട വീഡിയോ ആയിരുന്നു. അതിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ക്ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം ഒരുപാട് സോംബി ഫൈറ്റ് ആയിരുന്നു. ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി രാത്രിയാണ് ഞാൻ ഈ ഷീപ്പിനെ തപ്പിപ്പോയത്. അതുകൊണ്ടൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഈ അയണൊക്കെ സ്മെൽറ്റ് ആവട്ടെ. ഓക്കെ, നമുക്കൊരു പാൻറ്റ് നമ്മൾ പാൻറ്റ് റെഡിയാക്കി. നമ്മൾക്ക് ഒരു സ്വാഡും കൂടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടിക്കോളും. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പോൾ നമുക്കൊന്ന് നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് ഉറങ്ങിയിട്ട് വരാം. നൈറ്റ് സ്കിപ്പ് ചെയ്യാം. എൻ്റെ MLG ഇങ്ങനെ തന്നെയാണ് കഴിച്ചത്. എപ്പോൾ നോക്കിയാലും MLG ഇതാ അങ്ങനെയാണ്. അവിടെ അടിയിൽ ഒരുപാട് കോബിൾ സ്റ്റോൺ കാണുന്നുണ്ടാവും. ഒക്കെ ഞാൻ
ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പാളിപ്പോയതാണ്. ഓക്കെ, നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്നൊക്കെ ഇത് പൊട്ടിച്ചെടുക്കാം. അടിയിലുള്ള കോബിൾ സ്റ്റോൺ ഞാൻ അയൺ പൊട്ടിക്കെടുക്കുമ്പോഴുള്ള സമയമായിരുന്നു കേട്ടോ അത് കയറാൻ. ഇത് വലിയ റൂമാട്ടോ. നമ്മുടെ വാല്യുബിളൊക്കെ കുറച്ച് ഇവിടെ ഈ സൈഡിൽ കുറച്ച് ഒരു ബാനറോ എന്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് കയ്യിൽ എടുത്തേക്കാം വാല്യുബിൾസ്. ആ ഡയമണ്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുന്ന് വയ്ക്കാം. നമ്മൾ ഫുഡ് സ്മെൽറ്റ് കഴിഞ്ഞ് നമ്മൾ സ്പോക്കർ അല്ലെങ്കിൽ ഇതൊക്കെ വയ്ക്കണല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് റെഡാക്കാം. ഈ നൈറ്റാവുണ്ട്, നമുക്ക് കിടക്കാം. ഓക്കെ, ഓക്കെ പെട്ടെന്ന് തന്നെ പോവാട്ടോ. നമുക്ക് നമ്മുടെ ആർമറൊക്കെ ഇട്ടിട്ട് നമുക്ക് പോവാം. നമ്മളിപ്പോൾ കാണിച്ച ഒരു മല കണ്ടില്ല, ആ മലയിലേക്കാണ് നമ്മൾ പോണത്. അവിടെ ഒക്കെ ഒന്ന് പോയോക്കാം, തപ്പിയോക്കാം. അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളെ ആർമറൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ആവട്ടെ. നമ്മുടെ പിക്കാക്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇതൊക്കെ പറ്റാം. ഞാൻ മൈനിങ് ഏരിയ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത പിക്കാക്സോളാട്ടോ കൈസ്. ഇതൊക്കെ ഇതെല്ലാം അത് അതിനെടുത്താൻ വേണ്ടി എടുത്ത പിക്കാക്സും കാര്യങ്ങളൊക്കെയാണ്. എന്താ കാര്യം വെച്ചാൽ ഞാൻ മെയിൻ ചെയ്യുമ്പോൾ ഡീപ്പ് സ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോവാം. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. എന്തെങ്കിലുമൊക്കെ കണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എത്തട്ടെ, അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതാപ്പം നമ്മളങ്ങനെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ മലേൻ്റെ മേലെ തന്നെ ഒരു വില്ലേജ് ഉണ്ടായിട്ടുണ്ട്. അടുത്താണ്, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സുഖം തന്നെയാണ് കേട്ടോ. ആ മരങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു പാത്ത് വേ പോലെ ഉണ്ടാക്കി വില്ലേജർമാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സിമ്പിളാവും. അങ്ങോട്ട് നല്ല വലിയൊരു ഇതൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ലൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇതിനെ ഈ വീട് നിറ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വീടിൻ്റെ ചുറ്റോറൊക്കെ ഇതൊക്കെ വെച്ചിട്ട് നല്ല ഐശ്വര്യമുള്ളൊരു വീട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നന്നാവും കേട്ടോ. ചെറിയൊരു ലാഗ് വരുന്നുണ്ട്, ഒരുപാട് വില്ലേജേഴ്സ് എല്ലാം ഉണ്ടാവും. എന്തത്? എന്തായാലും ഒരുപാട് എമറാൾഡ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നിറച്ചിങ്ങനെ എമറാൾഡ് ഇങ്ങനെ കൂമ്പാരം പോലെ വെച്ചാണ് കാണുന്നത്. എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു ചൂട്ടൊന്നും കിട്ടിയിട്ടില്ല. അടിപൊളി. എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു MLG ഇതൊക്കെ ഈ വീടും കൂടി ഒന്ന് ലൂട്ട് ചെയ്യട്ടെ. ഇവിടെ എന്തൊക്കെ ഉണ്ട് എനിക്ക് ചെറുതായിട്ടൊരു ലാഗ് വരും കേട്ടോ. പക്ഷെ എന്തത് അങ്ങനെ ലാഗ് ഉണ്ട്. ഇവിടെ സ്കെലറ്റൻസ് ഒക്കെ ഉണ്ട്. ഓരൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡി ആക്കണം. ഇത്ര നേരം ഒരുത്ത അയൻകുളത്തിൻ്റെ നേരെയായിരുന്നു. അവൻ്റെ ബോ എൻജാജ്മെൻറ്റ് ഇതാണ്, അതുകൊണ്ട് അവന് അയൻകുളത്തിന് നല്ല രീതിയിൽ ഡാമേജ് കിട്ടിയിട്ടുണ്ടാവും. ആ ബോ അവൻ ഡ്രോപ്പ് ചെയ്യും. അവൻ ഡ്രോപ്പ് ചെയ്തായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ ഗൈസ്. ഡ്രോപ്പ് ചെയ്യടാ. അവൻ ഡ്രോപ്പ് ചെയ്തില്ല. അവ ആരോസാ ഡ്രോപ്പ് ചെയ്തു ഗൈസ്. ഡ്രോപ്പ് ചെയ്തുള്ളൂ ഗൈസ്. എന്ത് ചെയ്യും? ഇതെന്തത്? ബീട്രൂട്ട്. ഇത് ബീട്രൂട്ടാണ്. എന്തായാലും ഞാൻ കുറച്ച് നേരം ചവിട്ടി പൊട്ടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതാക്കി എടുത്താൽ മതി ഗൈസ്. കറക്റ്റ് എൻ്റെ മുന്നിൽ വെച്ച് അവന്മാർ സ്പോൺ ആയതുകൊണ്ടോ സ്പോൺ പോയിന്റ് പൊളിട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് എടുക്കട്ടോ, ആവശ്യം വരും. നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ വയ്ക്കാം. എന്താ പോയി നോക്കി കൗസൊക്കെ നല്ല ഗൈസ്. നമ്മുടെ MLG ആദ്യമായിട്ട് വർക്കായി. ഒരുപാട് മൃഗങ്ങളും ഒരു വില്ലേജറൊക്കെ ഉള്ള നല്ലൊരു ഫാമാണ് കേട്ടോ ഗൈസ്. നല്ല ഒരു വില്ലേജറൊക്കെ ഉള്ള ഫാമാണ്. ഇവിടെ അവിടെ ഒരു കുട്ടി സോംബീൻ്റെ ബേബി സോംബീൻ്റെ ശബ്ദം. ഇതൊക്കെ കാണുമ്പോൾ കൊല്ലണ്ടാന്ന് തോന്നും, പക്ഷെ കൊല്ലാതിരിക്കാൻ വയ്യ, ഫുഡില്ല. എന്താ കാണുമ്പോൾ തന്നെ തോന്നും കൊല്ലണ്ട, ബ്രീഡ് ചെയ്യാന്ന് തോന്നും.
കുതിരേനെ കൊന്ന് എന്താ കിട്ടുക? അതൊക്കെ വേണ്ട. അവൻ്റെ വാലാടി കളിക്കുന്നുണ്ടല്ലേ, വേണ്ട. നമുക്ക് വൂള് വേണ്ട. ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. ബ്രെഡ് ഉണ്ടാക്കാൻ യൂസ് ആവും. അതിൽ അത്യാവശ്യമാണത്. ഇതിൽ ഇനി കൂടുതൽ ഉണ്ടാവേണ്ടതാണ് കേട്ടോ. ഇവിടെ ഇനി ഉണ്ടാവും. ഇത് കളയും, ഡേറ്റ് കളയാം. നമുക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാം. അവിടെ എന്തോ ഉണ്ട് ഇതുണ്ട്. ബേബി സോംബിയൊക്കെ ഉള്ള പോലെ ഉമ്മാരിങ്ങനെ ഒരൊച്ച കേൾക്കാണ്ട് ശബ്ദം. നമുക്ക് ഇവനെ കൂടി ഒന്ന് കില്ല് ചെയ്യാം. ഇവനെ കില്ല് ചെയ്യണം. യെസ്, അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടിഭാഗത്തൊന്ന് പോയൊക്കെ. ഇവിടെ ഒരു MLG വർക്കായി. ഗേസ് ഒരു ഹാർട്ട് ഗേസ്. എൻ്റെ MLG പാളി. ഒരൊറ്റ ഹാർട്ട്. ആ വെള്ളം ചീത്തന് ഗേസ്. നമുക്ക് പുതിയ വെള്ളം എടുക്കാം ഗേസ്. ഇത് എന്താ ഡെഡാവാൻ കാരണം? അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ഐറ്റംസ് എടുക്കാം. അത് കിട്ടിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അവിടെ എത്തിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങോട്ടാണ് പോകാനുള്ളത്. അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഐറ്റംസൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഇവരായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യാം. ഇവരായിട്ട് കുറച്ച് ഫൈറ്റ് ചെയ്യാം. പൊട്ടല്ലേ ഗേസ് കേട്ടോ. ലാഗ് ഉണ്ടോ ഇതിൻ്റെ? ഇത് കൺസോള് നല്ല ഇതിലാണ്. ഇവന്മാരൊക്കെ ഒന്ന് റെഡിയാക്കണം. ഞാൻ ഷീൽഡ് പിടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ അങ്ങനെ ഇവർക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സ്ട്രിങ് ഒക്കെ ഒന്ന് എടുക്കാം, ആവശ്യം വരും. എൻ്റെ ഷെയ്ഡർ പാക്ക് കേട്ടോ. അവന്മാർ ചാർജഡ് ക്രീപ്പറിനെ പോലെ തോന്നാൻ കാരണം എൻ്റെ ഒരു ഷെയ്ഡർ പാക്കാണ്. ഞാൻ അടുത്ത എപ്പിസോഡ് ഇട്ടിട്ട് ഇനി ഈ ഷെയ്ഡർ പാക്ക് ഇടുന്നില്ല, കാരണം എനിക്ക് ഈ ഷെയ്ഡർ പാക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഞാൻ 2 ദിവസം ഇട്ട് നോക്കി, പിന്നീട് എനിക്ക് വേണ്ടാതെ പറ്റും. നമുക്ക് ഈ ഒരു സ്മോക്കറൊക്കെ ഒന്ന് എടുക്കാം. ആവശ്യം വരും. സ്മോക്കർ എന്ത് കളയും? അപ്പോൾ നമുക്ക് സ്മോക്കർ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഇതാക്കട്ടെ, അപ്ഡേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇവിടെ ഒരു സോംബിയോ സ്കെൽറ്റനോ അങ്ങനെ എന്തോ ഉണ്ട്. ഇതാ വരുന്നത്. ഇങ്ങനെയാണ്. എനിക്കൊന്ന് ഇങ്ങനെ പറഞ്ഞാൻ പറ്റും. രണ്ടവന്മാർ ഉണ്ട്. 3 അവന്മാർ. അവനും ഡെഡായിട്ടുണ്ട് കേട്ടോ. അവനും ഡെഡായിട്ടുണ്ട്. ഇവിടെ ഒരു എൻഡർമാൻ ഉണ്ട്, നമുക്കൊന്ന് കില്ല് ചെയ്ത് നോക്കണം. എൻഡർമാനെ കില്ല് ചെയ്യാൻ അത്രയ്ക്ക് വിശ്വാസം. ഗാസ് ജസ്റ്റ് മിസ് ഗാസ്. ഞാൻ അവൻ്റെ മുന്നിൽ പോയി നിന്നിട്ടാണ് കൂട്ടിയത്. ലൈത്തിന് ഞാൻ കുറച്ച് പിന്നിക്ക് വന്നു. പക്ഷേ എൻഡർമാൻ അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഡാമേജ് കിട്ടുന്നുണ്ട്. കാരണം ഈ വാട്ടർ കൂടെ അവന് നടക്കുമ്പോൾ ഡാമേജ് കിട്ടും. വാട്ടർ ഡാമേജ് ഉണ്ട്. വീണ്ടും എന്താണ്? ഇവനൊന്നും ഇല്ല. ഇനി കിടക്കാം. കറക്റ്റ് നമ്മുടെ മലേൻ്റെ തൊട്ടടുത്താട്ടോ. ഈ മലേൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് കാണാൻ പറ്റും. മലേൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്കതൊക്കെ കാണാം. അവിടെ ഒരു സ്പൈഡറിൻ്റെ സ്ട്രിങ് കിടക്കുന്നുണ്ട്. നമുക്കത് വേണം. ഓക്കെ, അതിന് വൂളൊന്നും ഇപ്പം നമുക്ക് അത്യാവശ്യമല്ല. പക്ഷേ ഒരു ക്രീപ്പർ നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കണം. ഫൈറ്റ് ചെയ്യാം.
പൊട്ടരുത് പൊട്ടരുത് പൊട്ടരുത്. ഗൺ പൗഡർ നമുക്ക് വേണ്ട. അവിടെ കാണാം രണ്ട് സോംബി. തീ കത്തരുത് കേട്ടോ. നമുക്ക് ഹാർട്ട് വെറും 4 ഹാർട്ടാണല്ലോ. എൻ്റെ കയ്യിലേക്ക് ഇത് കിട്ടി, ഫയർ കിട്ടി. വീണ്ടും സാധാരണ ഇങ്ങനെയൊന്നല്ല പെട്ടെന്ന് ഫയറൊന്ന് പെട്ടെന്ന് പോവാറ്. ഇത് അടിപൊളി റവൈൻ കിട്ടോ. നമുക്ക് ഒരു ഭാഷ ഇതിൽ ഇറങ്ങി നോക്കണം. ബക്കറ്റ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഇറങ്ങണം. ഇപ്പം എൻ്റെ ഇൻവെർട്ടർ ഫുള്ളാണ്, ഇപ്പം ഇറങ്ങണ്ട. ഇങ്ങോട്ട് ചെറിയൊരു വഴിയുണ്ട്, നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഞാൻ അപ്പുറത്തൊരു കേവ് ഉണ്ട്, അങ്ങോട്ട് പോയേക്കാം. അത് കുറച്ചും കൂടി നല്ല കേവ്. അല്ലെങ്കിൽ രണ്ടിടത്തേക്കും മുകളിലേക്ക് വയ്യ. ഇപ്പം എന്തായാലും ഹാർട്ടും ലോ ആണ്, നമുക്കിപ്പോൾ പോകണ്ട കേട്ടോ. ഇതാ വേറൊരു ഏരിയ, ഇവിടെ കുറച്ചും കൂടി നല്ല ഏരിയയാണ്. അവിടെ പോയി നിന്ന് എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ, എന്നിട്ട് 2-3 ക്രീപ്പറൊക്കെ ഉണ്ട്. 2 ക്രീപ്പറുണ്ട് കേട്ടോ. ഒരുപാട് സ്കെലറ്റൻസും ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം അങ്ങോട്ട് പോകണ്ട. പക്ഷേ എനിക്ക് അവിടെ കണ്ടിട്ട് വല്ല സ്പോണറും ഉള്ള പോലെ തോന്നി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഇതാണ്, പ്ലെയിൻസാണ്. ഒരു അടിപൊളി കേവ്. ഓക്കെ, ഇവിടെ ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള കേവ് കിട്ടും. നമ്മൾ നേരത്തെ കണ്ട കേവിൻ്റെ ബാക്കി തോന്നുന്നു. നേരത്തെ കണ്ട കേവിൻ്റെ അകത്തെ അകംഭാഗം വന്നത്. കുറേ ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് നോക്കി നോക്കാം. എന്നാൽ കുറച്ചുകൂടി വെളിച്ചത്തിൽ കാണാമല്ലോ, ഒന്നുകൂടി ലൈറ്റ് വരും. ഇവിടെ വയ്ക്കാം. ഓക്കേ, ഇവിടെ ഒന്നും ഒരു ഇതില്ല കേട്ടോ, ഒരു ക്ഷമയില്ല. ഒരുമാർ നല്ല അറ്റാക്ക് അടിയും. നമുക്ക് പോവാ വയസ്സ്. വെള്ളം ഒഴിച്ചോക്കാം, എവിടെ എത്തും? വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് ആ ലാൻഡിലെത്തും, അല്ലെങ്കിൽ അടിയിലേക്ക് പോകും. ഇത് വേണ്ടട്ടോ, ചിലപ്പോൾ നമ്മൾ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലാൻഡിലാണ് എത്തുന്നത്. നമുക്ക് ആ അടിയിലേക്ക് എത്താൻ പറ്റുന്ന വല്ല ഏരിയയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാറ്. ഓക്കെ, ഇവിടെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഒന്നും തട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരെ അടിയിലോട്ടാട്ടോ പോണത്. ഓക്കെ, അത് അടിയിൽ ടച്ച് ചെയ്തു. ഓക്കെ, ഒരു കോബിൾ സ്റ്റോൺ നമുക്ക് ഇട്ടോക്കാം. നമുക്ക് റെൻഡർ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ റെൻഡർ ആവുന്നില്ല കേട്ടോ, അങ്ങോട്ട് തീരെ ഇതില്ല. ഫുൾ ഫോഗാണ്, നമ്മുടെ ഷെയ്ഡർ പാക്കിൻ്റെ ഫോഗാണ്. എന്നാലും നമുക്ക് വാട്ടർ എടുക്കണ്ട. വേറെ എവിടെന്നെങ്കിലൊക്കെ വാട്ടർ എടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളിങ്ങോട്ട് വന്നാണെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടിരിക്കട്ടെ. ഈ പിഗിനൊക്കെ ഒന്ന് വാങ്ങാതിരിക്കാം. നമുക്ക് ഫുഡ് അത്യാവശ്യമാണ്. അപ്പം ഇവനെയും കൂടി ഗൈസ്, അവിടെ ഒരു നെതർ പോർട്ടൽ ഗൈസ്, റൂയിൻഡ് നെതർ പോർട്ടൽ. നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഡെസേർട്ടാണോ ബീച്ചാണോ? ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ടെന്ന് ഭാഗ്യം. നമ്മൾ അയൺ പിക്കാക്സ് കൊടുക്കുന്നത് നമ്മുടെ ഭാഗ്യം കേട്ടോ ഗൈസ്. ഓക്കെ, നല്ലൊരു പിക്കാക്സ് ഉണ്ട്, പക്ഷേ അധികം നേരം ഡ്യൂറബിലിറ്റി ഉണ്ടാവില്ല. കാരണം ഗോൾഡിന് ഡ്യൂറബിലിറ്റി ഉണ്ടാവില്ല. നമുക്ക് ഈ ബോണിന് പകരം ലെതർ വയ്ക്കാം. ലെതർ ഇപ്പം നമുക്ക് ആവശ്യമില്ല. ഗോൾഡൻ ഹെൽമെറ്റ് എന്ത് കളയും? ഓക്കെ, വൂള് വേണ്ട. വൂളിരിക്കട്ടെ. നമുക്ക് എൻഡർ ഡ്രാഗനൊക്കെ കൊല്ലുമ്പോൾ ആവശ്യമില്ല. ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ട്രേഡ് ചെയ്ത് മേടിക്കാനാണോ കൊടുക്കാനാണോ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ബ്രൂയിങ് സ്റ്റാൻഡിൻ്റെ അവന് ഇത് പറ്റും, ഞാൻ കണ്ടിട്ടുണ്ട്. ട്രേഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആരോസ് അവിടെ വെച്ചിട്ട് ഫുഡ് നമുക്ക് എടുക്കാം. ഫുഡ് നമുക്ക് കഴിച്ചിട്ട് ആരോസ് തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ ഗോൾഡ് ബ്ലോക്ക് ഇങ്ങോട്ട് എടുക്കാം. ആരോസ് വേണ്ട. ആരോസ് നമുക്ക് പിന്നെയും ക്രാഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ അവിടെ ലാവുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഈ ഗോൾഡ് ബ്ലോക്ക് നമുക്ക് എടുക്കാൻ ആവശ്യം വരും. ഇനി ഗോൾഡൊന്നും ഇല്ലല്ലോ. ഇനി ഗോൾഡില്ല.
നമുക്കിനി ഇവിടെ നിന്ന് തന്നെ ഒരു നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പിന്നെ ഉണ്ടാക്കാതെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോവാം. ഇനി ഇവിടെ ഗോൾഡ് ബ്ലോക്ക് ഇനി ഇവിടെ ഗോൾഡ് ബ്ലോക്ക് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എസ്കേപ്പ് ആവാം. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ഇവിടെ വീട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നേരെ പോയാൽ മതി. തെങ്ങോട്ടൊരു റിവർ കാണാണ്ട് ആ റിവർ പോയാൽ മതി. അപ്പോൾ നമുക്ക് പോവാട്ടോ. ഇവിടെ ആമയൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ടർട്ടിൽസ് കള്ളെങ്ങനെ എടുക്കാമെന്നറിയാം? എനിക്കറിയില്ല കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒരു കേവ് ഉണ്ട്. നമുക്ക് വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമ്മളിങ്ങനെ പോകണേ. ഇവിടെ അങ്ങനെ വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ശരി ഗൈസ്, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ എന്ത് ചെയ്യാണ്? ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.